الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بالتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മുസ്ലിങ്ങളാണ്, മൂമിനുകളാണ്, അതായത് സത്യവിശ്വാസികളാണ്. അൽഹംദുലില്ലാ. ആ വിശ്വാസികളായ നാം ഏതാനും ആഴ്ചകൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മില്ലത്തിന്റെ മഹത്വം അറിയുമ്പോൾ ആ മില്ലത്തിൽ തന്നെയാണ് ഞാനെന്ന അഭിമാന ബോധവും ആനന്ദവും നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മൾ പിന്തുടരുന്ന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മില്ലത്താണ് പിൻപറ്റിയത് എന്നതും നമുക്ക് സന്തോഷം പകരുന്ന കാര്യമാണ്. എന്നാലും ആ മില്ലത്തിനെ സ്നേഹിക്കുന്ന നമ്മൾ അതിലെ ത്യാഗത്തെ മനസ്സിലാക്കിയിട്ടുണ്ടോ? സമർപ്പണത്തെ മനസ്സിലാക്കിയിട്ടുണ്ടോ? പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടാൽ നമ്മുടെ വിശ്വാസത്തിൽ, ആദർശത്തിൽ നാം ഉറച്ചു നിൽക്കുമോ? അതാണ് ആ മില്ലത്തിന്റെ മഹത്വമെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ സത്യവിശ്വാസികളാണ് അല്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാനാകുമോ എന്നതാണ് ഇനി നാം ചിന്തിക്കേണ്ട ഒരു വിഷയം. മില്ലത്തൊക്കെ വിശദമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഞാനും ആ മില്ലത്തിലാണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ ആ മാർഗത്തിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുമ്പോൾ ത്യാഗം ചെയ്യാൻ തയ്യാറുണ്ടോ? നമ്മൾ വിശ്വാസിയാണെന്ന് പറയാൻ വളരെ എളുപ്പമാണ്. സൂറത്ത് അങ്കബൂത്ത് ആരംഭിക്കുന്നത് തന്നെ റബ്ബിന്റെ ഒരു ചോദ്യമാണ് നമ്മളോടും എല്ലാവരോടുമുള്ള. സൂറത്ത് അങ്കബൂത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? അലിഫ് ലാം മീം ഹസിബന്നാസു അൻ യുതറകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ജനങ്ങൾ ധരിച്ചു വെച്ചിരിക്കുകയാണോ? അല്ലാഹുവിന്റെ ചോദ്യം നമ്മോട് കൂടിയാണ്.
അൻയുതറക്കു അവരെ അല്ലാഹു വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അൻയഖൂലു ആമന്നാ ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്, ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അല്ലാഹു വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? വഹും ലാ യുഫ്തനൂൻ ഒരു പരീക്ഷണത്തിനും വിധേയമാവാതെ, ഒരു ത്യാഗവും ചെയ്യേണ്ടി വരാതെ, വിശ്വാസാദർശ രംഗത്ത് പരീക്ഷണങ്ങൾ നേരിടാതെ വെറുതെ സുഗമമായി ഞാൻ വിശ്വാസിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അല്ലാഹു നിങ്ങളെ വെറുതെ വിടും എന്ന് കരുതുന്നുണ്ടോ? വലക്കത് ഫത്തന്നല്ലദീന മിൻ ഖബ്രിഹിം കാരണം ഇന്നുള്ള സമൂഹത്തിന് മുമ്പുള്ളവരും പരീക്ഷണത്തിന് വിധേയമായിട്ടുണ്ട്. സത്യം പറഞ്ഞവരാരാണ് എന്ന് അല്ലാഹു തിരിച്ചറിയുന്നത് വരെ പരീക്ഷിക്കും. കള്ളം പറയുന്നത് ആരാണ്? ഞാൻ സത്യവിശ്വാസിയാണെന്നൊരാൾ പറയുമ്പോൾ അത് സത്യമാണോ കളവാണോ എന്ന് വേർതിരിച്ചറിയുന്നത് വരെ അല്ലാഹു പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. അല്ലാഹു എല്ലാ പരീക്ഷണത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമുക്ക് എന്താ മുസ്ലിമായി ജീവിക്കാൻ ഇവിടെ എന്താ ബുദ്ധിമുട്ടുള്ളത്? മൂമിനായിട്ട് തൗഹീദ് അനുസരിച്ചെടുക്കാൻ എന്താ പ്രശ്നമുള്ളത്? ആരാ നമ്മളെ തടയുന്നത്? ആരാ നമ്മളെ ഉപദ്രവിക്കുന്നത്? ഒന്നുമില്ലല്ലോ. ഒരു തടസ്സില്ല. നമ്മുടെ കുഴപ്പം മാത്രമല്ലേ ഉള്ളൂ. നമ്മുടെ അലസത, നമ്മുടെ തയ്യാറില്ലായ്മ മാത്രം. അതായിരുന്നില്ലല്ലോ. അല്ലാഹു പറയാണ് മുൻഗാമികൾ വളരെയധികം പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. തിരിച്ചറിയാനാണ്, തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇവൻ സത്യവിശ്വാസിയാണ്, ഞങ്ങൾ മുഅ്മിനുകളാണെന്ന് പറയുമ്പോൾ ആ മാർഗത്തിൽ വരുന്ന പരീക്ഷണങ്ങൾ വരുമ്പോഴും ആദർശത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് റബ്ബ് പരീക്ഷിക്കും. നമുക്ക് ത്യാഗം ചെയ്യാൻ, സമർപ്പിക്കാൻ തയ്യാറില്ല. നമ്മൾ ത്യാഗമനുഷ്ഠിക്കാൻ തയ്യാറില്ല. മുൻഗാമികൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹാബത്തിന് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ, മക്കയിലെ 13 കൊല്ലം ഏറ്റവും അധികം പ്രയാസം നേരിടേണ്ടി വന്ന സന്ദർഭങ്ങൾ, അതിന്റെ ഒരു അംശത്തിലേക്ക് ഇന്നുവരെ നമ്മൾ എത്തിയിട്ടില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ആ സന്ദർഭത്തിലും അവര് വിശ്വാസത്തിൽ ഉറച്ചു നിന്നല്ലോ. നമ്മളോ ഒരു പരീക്ഷണവും ഇല്ല. നമുക്ക് ആ വിശ്വസിച്ച പോലെയുള്ള വിശ്വാസം കൊണ്ട് നടക്കാം, അനുഷ്ഠാനങ്ങൾ കൊണ്ട് നടക്കാം. ആരും നമ്മളെ ഭയപ്പെടുത്തുന്നില്ല, ആരും നമ്മളെ പേടിപ്പിക്കുന്നില്ല. എന്നിട്ടും നമ്മൾ തയ്യാറാവാത്തത് ആ നമ്മൾ തന്നെയാണ് ഞാൻ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണെന്ന് പറയുന്നതിന്റെ വിരോധാഭാസം നമ്മൾ മനസ്സിലാക്കണം. സൂറത്തുൽ ബഖറയിലും അല്ലാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇതേപോലെ. അം ഹസിബ്തും അൻ തദ്ഖുലൽ ജന്നത, സ്വർഗത്തിൽ കടക്കാമെന്നങ്ങ് നിങ്ങൾ വിചാരിക്കുകയാണോ? ആദ്യം ചോദിച്ച അങ്കബൂത്തിലെ നിങ്ങളെ റബ്ബ് വെറുതെ വിടും, വിശ്വാസിയാണെന്ന് പറഞ്ഞാ മതി, വിടും, മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളാണ്, മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം രക്ഷപ്പെടാം എന്ന് കരുതുന്നുണ്ടോ? ഇവിടെ ചോദിക്കുന്ന നിങ്ങൾക്ക് വെറുതെ സ്വർഗത്തിൽ കടന്നു കളയാമെന്ന് ധരിക്കുന്നുണ്ടോ? അതേ കാര്യം തന്നെ. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരുടെ അവസ്ഥകൾ നിങ്ങൾക്കും എത്തിച്ചേരാതെ, അത് വരാതെ വെറുതെ സ്വർഗത്തിൽ കടക്കാം എന്ന് കരുതുന്നുണ്ടോ? വലിയ കഷ്ടപ്പാടുകളും ഉപദ്രവങ്ങളും അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചതിന്റെ പേരിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവര് വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ കൂടെയുള്ള റസൂൽ പറയുന്നത് വരെ വല്ലദീന ആമനൂ മഅഹു, റസൂൽ മാത്രമല്ല ആ റസൂലിന്റെ കൂടെയുള്ള വിശ്വാസികളും ഇനി എന്നാണ് അല്ലാഹുവിന്റെ സഹായം എന്ന് ചോദിക്കുന്നത് വരെ, എപ്പോഴാണ് റബ്ബിന്റെ സഹായം ഞങ്ങൾക്ക് ലഭിക്കുക എന്ന് പ്രയാസത്തോടെ ചോദിക്കുന്നത് വരെ വിറപ്പിക്കപ്പെട്ടതാണ്. ഈ വിശ്വാസത്തിന്റെ പേരിലാണ്. നാട്ടിലൊരു കുഴപ്പം അവരുണ്ടാക്കിയിട്ടില്ല.
ആരുടെ മുതലും കവർന്നിട്ടില്ല. ഒരു ഫിത്തനയും അവരുണ്ടാക്കിയിട്ടില്ല. കാക്ക കാരണമായി ആചരിച്ചു വരുന്ന തെറ്റായ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും നിരാകരിച്ചുകൊണ്ട് റബ്ബിൽ നിന്ന് പരിശുദ്ധ വചനങ്ങൾ ലഭിച്ചപ്പോൾ, റബ്ബിൽ നിന്നുള്ള റസൂൽ അവരെ ശരിയായി ദീൻ പഠിപ്പിച്ചപ്പോൾ, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളുടെ റബ്ബ് മാത്രമാകുന്നു എന്നതാണ് അവരുടെ വിഷയം. ഒരു തെറ്റോ അവർ ചെയ്തിട്ടില്ല. ഉറപ്പിക്കപ്പെട്ടു എന്നാ പറഞ്ഞു. വിറപ്പിക്കപ്പെട്ടു അനേകം സന്ദർഭങ്ങൾ. മക്കയിലെ അനുഭവം അങ്ങനെയായിരുന്നു. മദീനയിൽ വന്നിട്ടും അവർക്ക് ആശ്വാസം ലഭിച്ചില്ലല്ലോ. ബദർ, ഉഹദ്, അഹ്സാബ്, അനേകം യുദ്ധങ്ങളിലൂടെ മുസ്ലിം സമൂഹത്തെ നാമാവശേഷമാക്കുവാൻ മുശ്രിക്കുകൾ, ഖുറൈശികൾ അങ്ങേയറ്റത്തെ പരിശ്രമങ്ങൾ നടത്തി. മദീനയിൽ എത്തിയിട്ടും ആശ്വസിക്കാൻ പ്രയാസം. അവർക്ക് ആശ്വസിക്കാൻ കഴിഞ്ഞില്ല. പ്രയാസങ്ങൾ തന്നെയാണ് അനുഭവിക്കേണ്ടി വന്നത്. 13 കൊല്ലത്തെ നീണ്ടുനിന്ന ദുരിതപർവങ്ങൾ. ശുഐബ് അബീ താലിബിലേക്ക് അവര് ഒഴിഞ്ഞു താമസിക്കേണ്ടി വന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കേട്ടതാണ്. പച്ചില തിന്ന് വിശപ്പടക്കേണ്ടി വന്നത്, തുകലിന്റെ കഷ്ണങ്ങൾ വെള്ളത്തിൽ കുതിർത്ത് അത് കടിച്ചു തിന്നിട്ടുണ്ടെന്നാണ് സഹാബികൾ ഹദീസുകൾ നമ്മൾ കാണുന്നത്. നമുക്ക് എന്ത് പ്രയാസ? ഇവിടെ ഈ പള്ളിയിലേക്ക് ജുമാക്ക് വരാൻ എന്താ തടസ്സം? നമുക്ക് തൗഹീദ് മനസ്സിലാക്കാൻ എന്താ തടസ്സം? തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഒരു നാട്ടിലുമില്ല. നമ്മൾ ചെറിയൊരെന്തെങ്കിലും പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ വലുതാക്കി പറയുന്നു. നമുക്കത് അനുഭവിക്കുന്നുണ്ടോ എന്നത് നാം തീരെ ചിന്തിക്കുന്നുമില്ല. അഹ്സാബ് യുദ്ധത്തിലാണ് വിറപ്പിക്കപ്പെട്ടത്. അഹ്സാബ് യുദ്ധം, ഖന്തഖ് യുദ്ധം എന്നും അതിന് പേരുണ്ട്. അത് മദീനയെ മുച്ചൂടും നശിപ്പിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 10,000 വരുന്ന സൈന്യം, മക്കയിൽ നിന്ന് 10,000 വരുന്ന സൈന്യം, വളരെ അംഗസംഖ്യയുള്ള ഗത്ഫാൻ ഗോത്രം അവരുടെ കൂടെ, മറ്റ് അനേകം കുഫറിന്റെ ഗോത്രങ്ങളും അവരുടെ കൂടെ മദീന വളയുകയാണ്. അകത്തോ ജൂതന്മാരും കപടവിശ്വാസികളും പ്രവാചകനെയും സഹാബത്തിനെയും എങ്ങനെയൊക്കെ നശിപ്പിക്കാം, എങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്താമെന്ന ഗൂഢാലോചനയിലാണ് മദീനകത്തകത്തുള്ള ജൂതന്മാരും അതുപോലെ കപടവിശ്വാസികളും. കപടവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഒരു സമുദായമല്ല, മുസ്ലിങ്ങളാണ്. അതും കൂടി ഓർത്തു വെച്ചോ. മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങളിൽ പെട്ടവരാണ് കപടവിശ്വാസികൾ. പ്രത്യക്ഷത്തിൽ മുസ്ലിം ആവുകയും മദീന പള്ളിയിൽ വരികയും നബിയുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് മുനാഫിക്കുകൾ. ഉള്ളിന്റെ ഉള്ളിൽ ഇസ്ലാമിനെ ഉൾക്കൊണ്ടിട്ടില്ല, ഇസ്ലാമിനോട് അവർക്ക് സ്നേഹമില്ല. പ്രവാചകനും സഹാബത്തിനും കഷ്ടനഷ്ടങ്ങൾ വരുന്നത് അവരെ അങ്ങേയറ്റം ആഹ്ലാദിപ്പിക്കുന്നു. ഇസ്ലാമിന്റെ വിജയങ്ങൾ അവരെ സങ്കടപ്പെടുത്തുന്നു. അവരാണ് കപടവിശ്വാസികൾ, മുനാഫിക്കുകൾ. അപ്പോ മദീനക്ക് പുറത്ത് ഭയങ്കരമായൊരു സൈന്യം, അകത്ത് അതാണ് കൂടുതൽ പേടിക്കേണ്ട. അകത്ത് ജൂതന്മാരുടെ ഗോത്രങ്ങളുണ്ട്. അവര് പുറത്തുള്ളവരുമായിട്ട് സന്ധി സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ പുറത്തുനിന്ന് ആക്രമിക്കുമ്പോ ഞങ്ങൾ അകത്തുനിന്നും ആക്രമിക്കാം. കപടവിശ്വാസികൾ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നു. ആ സന്ദർഭത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബില് 10-11 ആയത്തുകളിൽ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് ജാഊകും മിൻ ഫൗകികും വമിൻ അസ്ഫല മിൻകും, അവർ ആ സൈന്യം നിങ്ങളുടെ മുകൾ ഭാഗത്തു കൂടി വന്നു. വമിൻ അസ്ഫല മിൻകും, നിങ്ങളുടെ കീഴ്ഭാഗത്തും. മുകൾ ഭാഗത്ത് മദീന വളഞ്ഞിട്ടുള്ള ഖുറൈശികളുടെ സൈന്യം, താഴ്ഭാഗത്ത് ജൂതന്മാരും കപടവിശ്വാസികളും. വിശ്വാസികളുടെ കണ്ണുകൾ തുറിച്ചുപോയി. നമുക്ക് എങ്ങനെ അത് പറഞ്ഞാലും മനസ്സിലാവില്ല.
ആ മുസ്ലിം ഉമ്മത്തിലെ ആകെയുള്ള നബിയും സഹാബത്തും അവരുടെ കുടുംബവും സ്ത്രീകളും കുട്ടികളും അതിനി ബാക്കിയില്ല. ആ രീതിയിലാ ഇനി ബാക്കി വെക്കണ്ട, ഒരു കുഞ്ഞിനെ ബാക്കി വെക്കണ്ട. ഈ ദീനിങ്ങനെ വേഗത്തിൽ വളരുകയാണ്, വികസിക്കുകയാണ്. ഇനി വെറുതെ വിട്ടാൽ അതിങ്ങനെ ആളുകൾ കൂടിക്കൊണ്ടേയിരിക്കുമെന്നാണ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വന്ന സൈന്യത്തിന്റെ തീരുമാനം. അല്ലാഹു പറഞ്ഞൊക്കെ വിശ്വാസികളുടെ കണ്ണുകൾ തുറിച്ചുപോയി. വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിറ, ജീവൻ തൊണ്ടക്കുടിയിലേക്ക്, ഹൃദയം തൊണ്ടക്കുടിയിലേക്ക് എത്തി. ശ്വാസം കിട്ടാത്തൊരവസ്ഥയില്ലേ, വിറപ്പിക്കപ്പെട്ടൊരവസ്ഥയില്ലേ. റബ്ബിനെ കുറിച്ച് വിചാരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പോലും വിചാരിച്ചു പോയി. അത്ര കടുത്ത ഇരുട്ട്, അടുത്ത് നിൽക്കുന്ന മനുഷ്യനെ കാണാൻ പറ്റാത്ത ഇരുട്ട്, അതിശൈത്യം, ശൈത്യത്തിൽ ഇങ്ങനെ വിറക്കുകയാണ്. അകത്തുള്ള ജൂതന്മാരെപ്പോഴാണ് നമ്മുടെ സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കുക എന്നറിയുന്നില്ല. കഴിവുള്ള ആളുകളൊക്കെയും ഈ കിടങ്ങിന്റെ പുറത്താണ്. പുറത്തുനിന്ന് വന്ന സൈന്യത്തെ നേരിടാൻ വേണ്ടി 3000-ഓളം വരുന്ന സഹാബത്തും പ്രവാചകനും കിടങ്ങിന്റെ അടുത്താണുള്ളത്. സ്ത്രീകളെയും കുട്ടികളെയും ഈ സന്ദർഭം കണക്കാക്കി ജൂതന്മാര് കപടവിശ്വാസികൾ ആക്രമിക്കുമോ എന്ന് ഭയം. കടുത്ത തണുപ്പ്, ഇരുട്ട്, ആകപ്പാടെ ഭയാനകമായ അന്തരീക്ഷം. കണ്ണുകൾ തുറിച്ചുപോയി. ജീവൻ തൊണ്ടക്കുഴിയിലേക്ക് വന്ന പോലത്തെ ഒരവസ്ഥയുണ്ടായി. റബ്ബിനെ കുറിച്ച് വിചാരിക്കാൻ പാടില്ലാത്തത് വിചാരിച്ചു പോയി. എന്താ അത് വിചാരിക്കാൻ പാടില്ലാത്തത്? കപടവിശ്വാസികൾ പറഞ്ഞു വരുത്തി അള്ളയും റസൂലും നമ്മളെ വഞ്ചിക്കുകയായിരുന്നു, അള്ളയും റസൂലും നമ്മളെ വഞ്ചിക്കുകയായിരുന്നു. ഇതാ നമ്മുടെ ജീവിതം ഇനി ബാക്കിയില്ല, നമ്മുടെ തലമുറ ഇനി ബാക്കിയില്ല. അങ്ങേറ്റം സത്യവിശ്വാസികൾ പരീക്ഷിക്കപ്പെട്ടു. അതികഠിനമായി വിറപ്പിക്കപ്പെട്ടു. എന്ന് പറഞ്ഞില്ലേ, അള്ളാന്റെ സഹായം എപ്പോഴാണ് റസൂൽ ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ? അതാ അള്ളാന്റെ സഹായം വന്നു. ആ രാത്രി തന്നെ അള്ളാഹുവിന്റെ സഹായം വന്നു. അള്ളാന്റെ സൈന്യം അവിടെ ഇറങ്ങി. ശീതക്കാറ്റിന്റെ രൂപത്തിൽ, പെരുമഴയുടെ രൂപത്തിൽ അള്ളാഹുവിന്റെ സൈന്യം ആ മദീനക്ക് പുറത്ത് തമ്പടിച്ച ആ ആളുകളെ, അവരുടെ കൂടാരങ്ങൾ പറന്നുപോയി. അടുപ്പിലുള്ള ചെമ്പുകൾ മെറിഞ്ഞു വീണു. ഒരു രക്ഷയുമില്ല. അവര് മദീന വിട്ട് രക്ഷപ്പെടാൻ വേണ്ടി മക്കയിലേക്ക് ഓടിപ്പോയി. എല്ലാവരും അള്ളാഹുവിന്റെ സഹായം വന്നതാ. നമുക്ക് ക്ഷമയില്ല കാത്തിരിക്കാൻ, നമുക്ക് ക്ഷമയില്ല കാത്തിരിക്കാൻ. അള്ളാന്റെ സഹായം എപ്പോഴാ വരിക എന്ന് ചോദിക്കുമാറ് പരീക്ഷിക്കപ്പെട്ടു എന്നല്ല അള്ളാഹ് പറഞ്ഞു, വിറപ്പിച്ചു. വന്നു അള്ളാന്റെ സഹായം വന്നു. അള്ളാന്റെ സൈന്യം ഇറങ്ങി. ജൂതന്മാരും ഭയപ്പെട്ടു പോയി. ഒരു ജൂതൻ സ്ത്രീകളെയും കുട്ടികളെയും ഒരു കോട്ടക്കുള്ളിലാക്കിയിരുന്നു. പ്രവാചകന്റെ നിർദ്ദേശമനുസരിച്ച് പ്രതിരോധിക്കാൻ, യുദ്ധം ചെയ്യാൻ കഴിവുള്ളവരൊക്കെ സമരമുഖത്താണ്. അവിടെ നോക്കാൻ ആരുമില്ല. അങ്ങനെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഒരു കോട്ടയ്ക്കുള്ളിലാക്കി. എന്നാലും നബിയുടെ അമ്മായി സഫിയ റളിയല്ലാഹു അൻഹ ഒരു ജൂതന്റെ നിഴല് കണ്ടു. ഒരു ജൂതന്റെ നിഴൽ. ഇവിടത്തെ വിവരമറിയാനാണ്, ഇവിടെ ഏതെങ്കിലും പട്ടാളക്കാർ ഇവർക്ക് കാവലുണ്ടോ എന്ന് അറിയാനാണ് ആ ജൂതന്മാരുടെ പരിപാടി. ഒരാണിനെ കാണില്ല. സഫീർ റളിയല്ലാഹു തലക്കെട്ടൊക്കെ കെട്ടി ഒരു വലിയ ഒരു മുട്ടി കയ്യിലെടുത്തു. കോട്ടവാതിൽ പതുക്കെ തുറന്നു വെച്ചു. ജൂതൻ തള്ളിയപ്പോ വാതിൽ തുറന്നു. ഇനി സുഖമായിട്ട് കടന്നിട്ട് ഇവിടുത്തെ വിവരം രാത്രിയല്ലേ,
ആ കടക്കുന്നത് പ്രതീക്ഷിച്ച സഫിയ റളിയല്ലാഹു അൻഹാ കടന്ന വശം അവന്റെ തലക്ക് ആ മുട്ടി കൊണ്ട് ഒരൊറ്റടി കൊടുത്തു. അവൻ ചത്തു വീണു. ബുദ്ധിമതിയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മായി. സ്ത്രീകൾക്കും കുട്ടികൾക്കും കാവലായിട്ട് നിന്നിരുന്ന അമ്മായിനും ഒരാണിന്റെ രൂപമെന്ന് തോന്നുന്ന വിധം, ആണിന്റെ വേഷം ധരിച്ചിട്ടല്ല, തലപ്പാവൊക്കെ കൊണ്ട് കെട്ടിയിട്ടേ ഈ മയ്യത്ത്, ജൂതന്റെ മയ്യത്ത് ഇവിടെ ഇട്ടാൽ ശരിയാവില്ല, അതിനേക്കാൾ നല്ലൊരു തന്ത്രം പ്രയോഗിക്കണം എന്ന് വിചാരിച്ചു. ആ മയ്യത്ത് വഹിച്ച് കോട്ട മുകളിൽ കയറി സഫിയ റളിയല്ലാഹു അൻഹാ. കാരണം ഈ മനുഷ്യൻ പോയ വിവരം അറിയാൻ നല്ലൊരു സംഘം അപ്പുറത്ത് കാത്തുക്കുന്നുണ്ട്. എന്നിട്ട് ആ മയ്യത്ത് പൊക്കിയിട്ട് പുറത്തേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു. അയാളെ നോക്കി നിൽക്കുന്ന അയാളുടെ ആളുകൾ കാണുകേ അവർക്ക് മനസ്സിലായി രക്ഷയില്ല, കോട്ടയിലും പട്ടാളക്കാരുണ്ട്. കാരണം ഒരാൾ കടന്നപ്പോ തന്നെ അയാൾ ഇതേ പോയി, ഇനി നമ്മ നിന്നിട്ട് കാര്യമില്ല എന്ന് വെച്ചാൽ തിരിച്ചുപോയി. സഫിയ റളിയല്ലാഹു അൻഹയുടെ ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു ആ ജൂതന്മാരെ പിന്നോടിക്കാൻ കാരണമായത്. ഇങ്ങനെ ഈ അവസ്ഥയിൽ നമ്മളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ വലിയ അഭിമാനത്തിലൊക്കെ പറയില്ലേ, ഞാൻ തരക്കടില്ല എന്നൊക്കെ തോന്നുന്നില്ല നമുക്ക്? എന്തെങ്കിലും ഇത്തരം ഒരു പരീക്ഷണം നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാലേ പറയാൻ പറ്റുള്ളൂ. അല്ലാഹു പറഞ്ഞു പരീക്ഷണം നേരിടാതെ. നമ്മുടെ പരീക്ഷണം ചിലപ്പോ ഭാര്യയുടെ രൂപത്തിലാവും, ചിലപ്പോ മക്കളുടെ രൂപത്തിലാവും, മാതാപിതാക്കളുടെ രൂപത്തിലാവും, മഹലിന്റെ രൂപത്തിലാവും, ബന്ധുജനങ്ങളുടെ, കൂട്ടുകുടുംബത്തിന്റെ, അയൽവാസികളുടെ, സുഹൃത്തുക്കളുടെ രീതിയിൽ ആദർശത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ അത് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ കൊല്ലുന്നില്ല, അവർ തല്ലേയില്ല. ഒരു അനിഷ്ടം പോലും നേരിടാൻ പറ്റാത്ത നമ്മളാണോ ദീനിന് വേണ്ടി ജീവൻ നൽകിയ, പീഡനങ്ങൾ അനുഭവിച്ച, അതായത് മരുഭൂമിയിലൂടെ ബിലാൽ റളിയല്ലാഹുവിനെ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്നു, മാംസം വേകുന്ന മരുഭൂമിയിൽ മലർത്തിക്കിടത്തി കരിങ്കല്ലുകൾ കയറ്റിവെക്കുന്നു. ആ സമയത്ത് മാംസം കരിഞ്ഞ മണം പുറത്തു വരുമ്പോഴും അഹദ് അഹദ് അല്ലാഹു അഹദ്, അല്ലാഹ് ഏകൻ മാത്രം, ലാത്തയില്ല ഉസ്സയില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരവസ്ഥയിൽ അവർ പരീക്ഷിക്കപ്പെട്ടിട്ടില്ലേ സഹോദരങ്ങളെ? എന്നിട്ടും ആ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമത്തോടെ സഹാബത്ത് അനുഭവിക്കുന്ന പീഡനങ്ങൾ മക്കയിൽ കഅബയുടെ ചുമരിച്ചാരി ഒരു പുതപ്പും പുതച്ച് വിഷണ്ണനായിരിക്കുന്നു റസൂൽ. കഅബയുടെ തണലിലാണ്, ചുമരിചാരിയാണ് ഇരിക്കുന്ന, ഒരു പുതപ്പ് പുതച്ചിട്ടുണ്ട്. അവിടെ കാണും സുഹൈബ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ ഞങ്ങളുടെ അവസ്ഥ കാണുന്നില്ലേ? ഞങ്ങളുടെ അവസ്ഥ താങ്കൾ കാണുന്നില്ലേ? ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അള്ളാഹു മാത്രമാണ് ആരാധ്യൻ. മറ്റൊരു മരിച്ചുപോയവരെ ഞങ്ങൾ വിളിച്ചു തേടില്ല, ഔലിയാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കില്ല, റബ്ബിനോടല്ലാതെ ഞങ്ങൾ സഹായ തേട്ടം നടത്തില്ല എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിലാണല്ലോ റസൂലേ. റസൂൽ പറഞ്ഞു, നിങ്ങൾ ഇനിയും ക്ഷമിക്കുക, ധൃതി കൂട്ടല്ലേ, ധൃതി കൂട്ടല്ല. നിങ്ങൾക്ക് മുമ്പും ചിലർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏകനായ റബ്ബിൽ വിശ്വസിച്ചത് കൊണ്ട് മണ്ണിൽ കുഴിച്ചു നിർത്തി ഉരുക്കുകൊണ്ടുള്ള ചീപ്പ് കൊണ്ട് ശിരസിൽ നിന്ന് നെടുകെ പിളർന്നു മാറ്റപ്പെട്ടിട്ടുണ്ട് മുമ്പ്, നിങ്ങൾക്ക് മുമ്പ്. റസൂൽ പറയാണ്, ഉരുക്ക് ചീർപ്പ് കൊണ്ട് ശരീരത്തിൽ നിന്ന് മാംസം ചീകി അടർത്തി മാറ്റിയിട്ടുണ്ട്. അതൊന്നും അവരെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറാൻ കാരണമായിട്ടില്ല. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഈ ത്യാഗങ്ങൾ അനുഭവിച്ചതിന് ശേഷം നല്ലൊരവസ്ഥയുണ്ട്. സ്വർഗത്തിൽ കിടക്കാൻ ചില ത്യാഗങ്ങൾ ആവശ്യമുണ്ട്. എന്താണ്? അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി പറയാണ്, നരകം വലയം ചെയ്യപ്പെട്ടുള്ളത് ആഗ്രഹങ്ങൾ, ഇച്ഛകൾ, സുഖങ്ങളെ കൊണ്ടാണ്, വ്യാമോഹങ്ങളെ കൊണ്ട്, ശരീരേച്ഛകളെ കൊണ്ട്, മോഹങ്ങളെ കൊണ്ട് നരകം വലയം ചെയ്യപ്പെട്ടിട്ടുണ്ട്.
എന്നാൽ വഹുജിബത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹി, സ്വർഗ്ഗത്തെ അല്ലാഹു വലയം ചെയ്യിച്ചുള്ളത് പ്രയാസകരമായ കാര്യങ്ങളെ കൊണ്ടാണ്. ആ പ്രയാസങ്ങളെ തരണം ചെയ്തുകൊണ്ട് സ്വർഗ്ഗത്തിലെത്താൻ കഴിയൂ. നരകത്തിലേക്ക് എത്താൻ എളുപ്പം കഴിയും. ഒഴുക്കലുള്ള സ്ഥലത്ത് നിന്ന പോലെ, എണ്ണയുള്ള സ്ഥലത്ത് നിന്ന പോലെ അതിലേക്ക് ഒഴുകി വന്ന് വീണുകൊള്ളും. കാരണം ഇച്ഛകൾ, ആഗ്രഹങ്ങൾ, സുഖങ്ങൾ, മോഹങ്ങൾ, ആഡംബരങ്ങൾ, ഏതൊരാളെയും ആകർഷിക്കുന്ന കാര്യങ്ങൾ നരകത്തിലേക്ക് വന്ന് വീഴും. നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ ക്ഷമിക്കുക. ഒരു കാലം വരും, അവരോട് പറയാം, ഒരു കാലം വരും. ഇതാ രണ്ടാമത്തെ ഹദീസ് നോക്കൂ നിങ്ങൾ. തമീമിദ്ദാരിയിൽ നിന്ന് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലയബ്ലുഗന്ന ഹാദൽ അംറു, അവര് പരാതിപ്പെട്ടപ്പോ അവരോട് പറയാണ്, നമ്മുടെ ഈ ദീനുണ്ടല്ലോ ചെന്നെത്തുക തന്നെ ചെയ്യും. ആരെന്തുപദ്രവിച്ചാലും ആര് തടഞ്ഞാലും രാവും പകലും പ്രവേശിക്കുന്ന നാട്ടിലൊക്കെയും ഈ ഇസ്ലാം ദീൻ ചെന്നെത്തുക തന്നെ ചെയ്യും. സംശയം വേണ്ട. നിങ്ങൾ ഇന്നത്തെ പ്രയാസത്തിൽ വിഷമിക്കുമ്പോ നമുക്കൊരു കാലം വരും, ഇസ്ലാമിനൊരു കാലം വരും. രാവ് എവിടൊക്കെ പ്രവേശിക്കുന്നുവോ, പകലൊക്കെ എവിടൊക്കെ പ്രവേശിക്കുന്നുവോ അവിടേക്ക് ഈ ദീൻ എന്നെത്തുക തന്നെ ചെയ്യും. എന്നിട്ട് റസൂൽ പറയാണ്, വലാ യത്റുഖുല്ലാഹു ബൈത മദരിൻ വലാ വബിരിൻ, റബ്ബുൽ ആലമീനായ തമ്പുരാൻ ഉപേക്ഷിക്കുകയില്ല ഒരു വീടിനെയോ, അത് നല്ല എടുപ്പുള്ള വീടായാലും ഒരു കുടിലായാലും അതിനെ ഉപേക്ഷിക്കുകയില്ല. അല്ലാഹു ഇല്ലാ ദഖലഹുല്ലാഹു അദദ്ദീൻ, ഈ ദീൻ ആ വീട്ടിലും കൂടിലും എത്തിച്ചേരാതെ പ്രവേശിപ്പിക്കാതെ അല്ലാഹു വെറുതെ വിടുകയില്ല. ഒരു വീടിനെയും വെറുതെ വിടൂല. ലോകത്തുള്ള എല്ലാ വീട്ടിലും എല്ലാ കുടിലും, അത് കൊട്ടാരമാവട്ടെ കുടിലാവട്ടെ, ഇസ്ലാം ദീനിനെ അല്ലാഹു പ്രവേശിപ്പിക്കാതിരിക്കുകയില്ല. ക്ഷമിക്കുക നിങ്ങൾ, ക്ഷമിക്കുക നിങ്ങൾ. ആ ക്ഷമ പാലിച്ചുകൊണ്ട് റബ്ബിനുള്ള സഹായം തേടിക്കൊണ്ട് ആദർശത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിലകൊള്ളുക. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى آل محمد أيها الناس أوصيكم عباد الله وإياي بتقوى الله. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശ്വാസികളെയും ആശ്വസിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പരീക്ഷണങ്ങളെക്കാൾ വലിയ പരീക്ഷണങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ആയത്തിറക്കാണ്. നിങ്ങൾക്ക് ഈ പീഡനം പ്രയാസം തോന്നുമെങ്കിൽ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാം സൂറത്തായി വഹ്യായി അറിയിക്കുകയാണ്. സൂറത്തു ഹുദൂദ് നിങ്ങൾക്ക് മനപ്പാടുള്ളതാണ്. ഖുതില അസ്ഹാബുൽ ഹുദൂദിൻ നാരി ദാത്തിൽ വഖൂദ്, വിറകിട്ട് കത്തിച്ച അഗ്നികുണ്ഡത്തിന്റെ ആളുകൾ അവര് നശിച്ചു പോകട്ടെ അന്ന് ശപിക്കുകയാണ്. ആരെ? വലിയ കുഴികൾ കുടിച്ച് വിറക് നിറച്ച് അത് കത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ തീ കുണ്ടാരങ്ങളുടെ ആളുകൾ തുലഞ്ഞു പോകട്ടെ അന്ന് ശപിക്കുകയാണ്. ഇത് ഹുമ്മലൈഹാ ഖുഊദ്, അവര് ആ കുഴിക്ക് ചുറ്റും കുത്തിരിക്കുകയാണ്. വഹുമ്മലാമാ യഫലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്, സത്യവിശ്വാസികളെ വിശ്വാസത്തിന്റെ പേരിൽ ഓരോരുത്തരായി ആ തീക്കുണ്ടിലേക്ക് എറിഞ്ഞ് രസിക്കുകയാണ് അവര്. അതാണ് അവര് ചുറ്റും നിൽക്കുന്ന ആളുകൾ പടയുന്നത് കാണുമ്പോ, തീജ്വാലയിൽ പടയുന്നത് മുസ്ലിമായ മനുഷ്യൻ, മൂമിനായ മനുഷ്യൻ പിടയുന്നത് കാണുമ്പോ കണ്ട് രസിക്കുന്ന ആളുകൾ അവര് നശിച്ചു പോകട്ടെ അല്ലാഹ് അവരെ ശപിക്കുകയാണ്. യാതൊരു തെറ്റും അവര് ചെയ്തിട്ടില്ല.
ആ നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയിട്ടില്ല, ആരുടെ സ്വത്തും മാനമോ കവർന്നിട്ടില്ല. പിന്നെന്തേ അജയ്യനായ പ്രതാപവാനായ സുസ്ഥിരനായ അല്ലാഹുവിൽ മാത്രം വിശ്വസിച്ചു എന്നല്ലാത്തൊരു തെറ്റും അവർ ചെയ്തിരുന്നില്ല. ഖുർആനിലുള്ളതാ, ചെറിയ സൂറത്ത്, നിങ്ങൾക്കൊക്കെ മനപ്പാടാണ്. എന്തേ അവരെ തീ കത്തിച്ചിടയിലേക്ക് എറിഞ്ഞിരുന്നത്? അള്ളാനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, അള്ളോട് മാത്രമേ പ്രാർത്ഥിക്കൂ, ജാറങ്ങളിലൊന്നും ഞങ്ങൾ പോകില്ല, ശൈഖന്മാരോട് പ്രാർത്ഥിക്കൂല, അള്ളോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്നതിന്റെ പേരിലാണ് ആ സത്യവിശ്വാസികൾ ഇങ്ങനെ ചെയ്തത് എന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഇനി നമ്മിലേക്കൊന്ന് തിരിച്ചു വരാം. നമ്മുടെ സമുദായത്തിലെ തന്നെ ഭൂരിപക്ഷം ആളുകൾ ശിർക്കൻ വിശ്വാസങ്ങളിലാണ്, ബിദ്അത്തുകളിലാണ്. അള്ളാഹു നമുക്ക് സൗഭാഗ്യം ലഭിച്ചു, വലിയ അനുഗ്രഹം, തൗഹീദ് പഠിക്കാൻ. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കൂല, വേറെ എത്രയോ സ്ഥലം ഇരിക്കാൻ. ഈ സമയത്ത് ഈ പരിശുദ്ധമായ പവിത്രമായ ജുമയുടെ അള്ളാഹുവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഈ സമയത്ത് നിങ്ങൾ ഇവിടെ കുത്തിയിരിക്കാൻ കാരണം തന്നെ റബ്ബിന്റെ വലിയ അനുഗ്രഹമല്ലേ, ഹിദായത്തിലേക്കുള്ള വരവല്ലേ. മറ്റനേകം പള്ളികളിൽ പോയി ആ ഉസ്താദ് ഇങ്ങനെ അറബിയിൽ ഓതി നിസ്കരിച്ച് തിരിച്ചു പോരുകയല്ലേ. പഠിക്കാനുള്ളൊരു വിഷയവും മിമ്പറിൽ നിന്ന് ലഭിക്കില്ലല്ലോ. അവർക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ താഴ്ത്തുന്നിട്ട് അത് പറയും. എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ, സംഭാവന വേണമെങ്കിൽ ആ കാര്യങ്ങൾ അവര് താഴ്ത്തുന്നിട്ട് പറയും. നബിദിനാഘോഷത്തിന്റെ, മൗലിദിന്റെ, റാത്തീബിന്റെ, മജ്ലിസുന്നൂറിന്റെ കാര്യങ്ങൾ താഴത്തുനിന്ന് പറയും, സംഭാവന ചോദിക്കുമെന്നല്ലാതെ മിമ്പറിൽ നിന്ന് ഒരു ആയത്തോതി ഒരു ഉപദേശം ഒരാൾക്കും കൊല്ലങ്ങളായി കിട്ടും. നിങ്ങളുടെ സ്വന്തം അനുഭവം ഇത്, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യമല്ലേ ഇത്. അപ്പോ നമ്മുടെ സഹോദരങ്ങളാണ്, അവരെ വെറുക്കണ്ട. അവരും ഈ സത്യം അറിഞ്ഞാൽ അവരും ആ ശിർക്ക് വിധത്തിൽ ഉപേക്ഷിക്കും. അതിന് ഞാൻ നിമിത്തമാകണമെന്ന് ഓരോരുത്തരും അങ്ങോട്ട് ഉറപ്പിക്കൂ. ഞാൻ നിമിത്തമായിരിക്കണം, ഞാൻ കാരണം. റസൂൽ പറയാണ്, അലി റളിയല്ലാഹുവിനെ തുമലിൽ കൈവച്ചുകൊണ്ട് റസൂൽ പറയുന്നു, നീ മുഖേന ഒരാൾ ഹിദായത്തിലേക്ക് വന്നാൽ, ശിർക്ക് ഉപേക്ഷിച്ച് തൗഹീദിലേക്ക് വന്നാൽ, ഈ ദുനിയാവും അതിലെ സർവ്വസമ്പത്തും നീ നേടുന്നതിനേക്കാൾ ലാഭം നിനക്കതാകുന്നു. ഒരാൾ തൗഹീദിലേക്ക് വന്നാൽ, ആദർശത്തിലേക്ക് വന്നാൽ, തെറ്റാ വിശ്വാസങ്ങളെ കൈയടിക്കാൻ അതിന് ഞാൻ കാരണമായാൽ, നിങ്ങൾ ഓരോരുത്തർ കാരണമായാൽ, ഈ ദുനിയാവും അതിലെ മുഴുവൻ സമ്പത്തും നേടുന്നതിനേക്കാൾ ലാഭകരമാകുന്നു. അപ്പൊ പിന്നെ സഹോദരങ്ങളെ, നമ്മൾ എന്താ തീരുമാനിക്കുന്നത്? എന്താ നമ്മളിങ്ങനെ അറിഞ്ഞു, നമ്മ വന്ന് ആരോട് അറിയിക്കാണ്ട് വന്ന് നിസ്കരിച്ച് അങ്ങോട്ട് പോവാ. നമുക്ക് സ്വന്തക്കാരില്ലേ, നമുക്ക് ഇഷ്ടക്കാരില്ലേ, കുടുംബങ്ങളില്ലേ? അവരെ നമ്മൾ പോകുന്ന സ്വർഗത്തിൽ അവരും വേണം. അപ്പോഴെല്ലാം നമ്മുടെ സന്തോഷം പൂർത്തിയാവുക. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ, ഭർത്താവ്, മക്കൾ, പേരമക്കൾ, സഹോദരങ്ങൾ, ബന്ധുജനങ്ങൾ, ഭാര്യ വീട്ടുകാര്, അല്ലെങ്കിൽ നമ്മുടെ രക്തബന്ധുക്കൾ എല്ലാവരും ഹിദായത്തിലേക്ക് വരണമെന്ന് നമ്മൾ കൊതിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അതിന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിലെ ലാസ്റ്റ് വെള്ളിയാഴ്ച നിലക്ക് ഈ പള്ളിയിലേക്ക് വേണ്ടിയാണ് ബക്കറ്റ് വെച്ചത്. മുമ്പൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു, ഇതിന്റെ വർക്കിന്റെ കാര്യം. അന്ന് ചിലരൊക്കെ അത് നന്നായി പ്രതികരിച്ചു, പിന്നെ അത് മറന്ന പോലെയുണ്ട്. അപ്പൊ അതും പരിഗണിച്ചുകൊണ്ടായിരിക്കണം പള്ളിയിലേക്കുള്ള ബക്കറ്റിൽ നിങ്ങൾ നിക്ഷേപിക്കേണ്ടത്. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. അത് പരലോകത്ത് സ്വർഗമായി നമുക്ക് പ്രതിഫലമായി നൽകട്ടെ. നരകത്തിൽ നിന്നുള്ള മോചനമായി റബ്ബ് നമുക്കത് പ്രതിഫലമായി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാ മിന്നാ വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.